ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ആൻഡ് ഓൾസോ ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ബ്രേക്കപ്പ് ആയിക്കോട്ടെ, സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ പ്രണയബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ നമ്പറാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് 2 പൈൽസ് ആണ്. ഫസ്റ്റ് പയൽ ഫെയ്ത്ത് കാർഡാണ്, വിശ്വാസം. ഓക്കെ, മിറാക്കുലസ്ലി, അമേസിംഗ്ലി, എവറിത്തിങ് ഐ നീഡ് ഓൾവേസ് കം, ലവ് ഈസ് ഓപ്പണിംഗ് മീ ടു റിസീവ് ബിയോണ്ട് എനിത്തിങ് ഐ ഇമാജിൻ. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ഈ ഒരു കാർഡ്, ഈ ഒരു ഫസ്റ്റ് പയൽ നിങ്ങൾക്ക് തരുന്നത്. സോ ഫെയ്ത്ത് ആണ് സൂചിപ്പിക്കുന്നത്, വിശ്വാസം. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. അലോവിങ്, അതായത് നമ്മളത് അത് സമ്മതിച്ചു കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അനുവദിക്കുക. റാഡിക്കൽ അക്സെപ്റ്റൻസ് ആണ്, സേ യെസ് ടു ദ റിയാലിറ്റി ആൻഡ് വാട്ട്സ് നീഡഡ് ക്യാൻ കം നെക്സ്റ്റ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് വരാനുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഇപ്പോഴെന്താണോ സിറ്റുവേഷൻ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് സൂചിപ്പിക്കുന്ന ഒരു പയലാണ് സെക്കൻഡ്. ആൻഡ് ഓൾസോ ദ ശിവ താണ്ഡവയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇതിലേത് കാർഡാണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഫെയ്ത്ത്, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കാം, അല്ലാത്തത് വിട്ടേക്കാം. ഓക്കെ, ജനറലസ് വീഡിയോ ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ കാണാം. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം, ഫെയ്ത്ത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പയൽ ദിസ് ഫെയ്ത്ത് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് വിശ്വാസം. ഓക്കെ, ഫസ്റ്റ് പയൽ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം, ബിക്കോസ് വി ഹാവ് നോ ദാറ്റ് മച്ച് സ്പേസ് ഇൻ ദിസ് ഈ ഒരു ഇതിൽ. ആൻഡ് ഓൾസോ നമ്മൾ റീഡിങ്ങിന് പോണതിന് തൊട്ട് മുൻപായിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർ എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്കൗണ്ട് റണ്ണിങ് ആണ്, ഇപ്പോൾ അവൈലബിൾ ആണ്. 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്, സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ, റീഡിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഇപ്പോൾ വരാവുന്നതാണ്, അവൈലബിൾ ആണ്. ഓക്കെ, 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, ആരും പറഞ്ഞില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയൽ ബാക്ക് ടു റീഡിംഗ് ഫെയ്ത്ത് കാർഡാണ്. ഫസ്റ്റ് പയലിൻ്റെ സ്പ്രെഡാണ് നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്നത്. നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് 7 കാർഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ബിഹൈൻഡ് എ മാസ്ക് ആണ്. അതായത് ഈ പേഴ്സൻ്റെ എനർജി പ്രകാരം ഒരു ട്രൂ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ മാനസികമായിട്ടുള്ള നില വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഈ പേഴ്സൻ്റെ പൊതുവെയുള്ള സ്വഭാവം, ഓക്കെ, അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നിഗൂഢമായ സ്വഭാവമാണ്. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണെ മേ ബി, എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ വേഗം വന്നതാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയതാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് പോയപ്പോഴോ, അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഫംഗ്ഷന് പോയപ്പോഴോ, സംതിങ് അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷന് പോയപ്പോൾ കണ്ടുമുട്ടിയതാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയതാണോ, സംതിങ് അങ്ങനെ ഒരു രീതി നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾക്ക്, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അറിയില്ല. അതായത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് അറിയാം, എന്തൊക്കെയോ അറിയാം, വളരെ കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ചിട്ട് ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് ബിഹൈൻഡ് എ മാസ്ക് ആണ്. ആൻഡ് ഓൾസോ ദ കാർഡ് ഈസ് ഓൾ അബൌട്ട് ദ നമ്പർ 3 ഇൻറ്റൻഷൻ.
അതായത് ഈ പേഴ്സൺ പകുതി ഇവിടെ മുഖം കാണിച്ചിട്ടുണ്ട് അല്ലേ? ഈ മുഖത്തിന്റെ പകുതി മാസ്കും ബാക്കി പകുതി തുറന്ന് കാണിച്ചു വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് പകുതി കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. ഐ മീൻ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി പകുതി കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു വെച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു ടു മേക്ക് ഇറ്റ് മോർ ക്ലാരിറ്റി അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ. ബിക്കോസ് ഈ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾക്ക് ഇത് വന്നിരിക്കുന്നത് കൊണ്ടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് അങ്ങനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആൻഡ് ഓൾസോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു പോകുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മേ ബി ഈ പേഴ്സണോട് നേരിട്ട് വരാനായിട്ട് പറയുന്നുണ്ടാകാം. ഐ മീൻ നേരിട്ട് കാണാനായിട്ട് ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഈ പേഴ്സൺ അത് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മേ ബി ഇപ്പം ഇത് കാണുന്ന ലേഡീസ് ആയിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നേരിട്ട് കാണാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായത് നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട അവസ്ഥ. ഇപ്പൊ നേരിട്ട് കാണാനാണെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്ത് നിർബന്ധിച്ച് ഈ പേഴ്സണെ കൊണ്ടുവരേണ്ട അവസ്ഥ. അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിലും ഈ പേഴ്സന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കേണ്ട അവസ്ഥ. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ചെയ്യേണ്ട അവസ്ഥ. അതായത് നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അത്ര ഗുഡായിട്ട് കാണിക്കുന്നില്ല. ബിക്കോസ് അതാണ് ഈ പേഴ്സണെ കുറിച്ചിട്ട് നല്ല രീതിയിൽ അന്വേഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി ഞാൻ പറഞ്ഞു. ഓക്കെ, ബാക്കി നിങ്ങളുടെ തീരുമാനം. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് വെച്ചാൽ വളർന്നു വന്ന സാഹചര്യവും കുറച്ചും കൂടെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള രീതിയായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി ഈ പേഴ്സന്റെ അച്ഛനും അമ്മയും ഭയങ്കര ജോലി തിരക്കുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടി ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. ഇനി അതുമല്ല എന്നാണെങ്കിൽ ഈ പേഴ്സണ് പാരൻസിന്റെ സ്നേഹം, അതായത് സ്വന്തം വീട്ടിൽ നിന്നും കിട്ടേണ്ട സ്നേഹമോ പരിഗണനയോ കിട്ടാതെ വളർന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ അന്വേഷിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഈ പേഴ്സണെ ശ്രദ്ധിക്കാൻ ആരുമില്ല, ഈ പേഴ്സണെ കെയർ കൊടുക്കാൻ ആരുമില്ല. ഓക്കെ, അങ്ങനെ ഒരു എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ട്രോമറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്വഭാവ തെറ്റുകൾ, അതായത് സ്വഭാവത്തിൽ തെറ്റുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം, ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറേണ്ടത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തി എന്താ സ്നേഹം പ്രകടിപ്പിക്കാത്ത എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്കും മേ ബി തോന്നിയിട്ടുണ്ടാകാം. അത് ഈ പേഴ്സൺ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും ഈ പേഴ്സൺ ഒരുപാട് മാനസിക വിഷമങ്ങൾ പണ്ട് ചെറുപ്പകാലം തൊട്ടേ അനുഭവിച്ചു വന്നതുകൊണ്ടും കൂടിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ ആയിപ്പോയത്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വളർന്നു വന്ന സാഹചര്യം ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പ്രസന്റ് ടവർ എന്ന് പറയുന്ന കാർഡ് നമ്മൾക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഒരു റിവേഴ്സ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. അതായത് പ്രതീക്ഷകൾ കൈവിട്ട ഒരവസ്ഥ. നോ ഐഡിയ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ദ പ്രസന്റ് ടു. അതായത് ലോസ് ഓഫ് ബാലൻസ് ആണ്. ഫീലിങ്സ് ഓഫ് പവർലെസ്നെസ്, അതായത് പവർ ഇല്ലാത്ത അവസ്ഥ, ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥ. അതായത് വി ക്യാൻ സീ ദിസ് കാർഡ്. വൺ സൈഡ് ഇസ് ലയൺ, ഒരു സൈഡ് ലയൺ ആണ്, ഒരു സൈഡ് ടൈഗർ ആണ്. ആൻഡ് ഓൾസോ ഒരു ബ്യൂട്ടിഫുൾ ഒരു പുരുഷനാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ബിയേർഡൊക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് മേ ബി താടി മീശ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം, മുടി വളർത്തിയ ആൾക്കാരായിരിക്കണം. ഓക്കെ, എന്തു തന്നെയാണെങ്കിൽ കൂടി ഈ പേഴ്സൺ വളരെ പവർഫുള്ളി നിൽക്കേണ്ട ഒരു സുപ്രീമസി, അല്ലെങ്കിൽ കുറച്ച് ഹൈ ലെവലിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഈ പേഴ്സന്റെ മനോബലം എന്ന് പറയുന്നത് അതിശക്തമാണ്. ബട്ട് ദാറ്റ് വി ഗോട്ട് റിവേഴ്സ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിസ് പേഴ്സൺ വാസ് ടു വീക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ ആ ഒരു ബാലൻസ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളെ
അതായത് ബാലൻസ് ചെയ്യുന്നുണ്ടല്ലോ ഒരു കടിഞ്ഞാണിട്ടിട്ട്, അത് പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഈ പേഴ്സണെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. അതായത് ഈ പേഴ്സണെ, ഐ മീൻ ഈ പേഴ്സന്റെ ലൈഫിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി ഈ വീഡിയോ കാണുന്നത് സ്ത്രീകളാണെങ്കിൽ, കാരണം സ്ത്രീകളുടെ എനർജിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ദ തേർഡ് കാർഡ് ഈസ് ദ ലവിങ് വുമൺ, റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് അത് ദ തേർഡ് കാർഡ് ദ ലവിങ് വുമൺ റിവേഴ്സ്, ഇറ്റ്സ് ഓൾ അബൌട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ പുറകെ പോയി മതിയായി, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പുറകെ പോയി യാചിച്ച് യാചിച്ച് മതിയായി, റിക്വസ്റ്റ് ചെയ്ത് മതിയായി, വിഷമിച്ച് മതിയായി, പരാതികൾ പറഞ്ഞു മതിയായി. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ പതുക്കെ പതുക്കെ ഈ വ്യക്തിയിൽ നിന്നും സ്പേസ് വിട്ട് നിൽക്കുകയാണ്. അതായത് കാര്യങ്ങൾ കല്ലുകടിയിൽ നിൽക്കുക എന്ന് പറയില്ലേ, സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ട് പോകാതെ അവിടെ ഒരു രസക്കേടുകൾ അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇഷ്ടമാകാത്ത ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ പരമാവധി ഇപ്പോൾ എന്താണ് കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട്, കുറച്ച് സിറ്റുവേഷൻസിൽ നിന്നും, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങുക. അങ്ങനെ നോക്കി തുടങ്ങിയ ആൾക്കാരെയും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ദ ലവിങ് വുമൺ നമ്മൾക്ക് റിവേഴ്സ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് ഒന്നോർത്താൽ അത് നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ സ്നേഹത്തിന് വില തരാത്ത വ്യക്തിയുടെ മുന്നിൽ പോയി യാചിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അത് നല്ലതാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക. ആൻഡ് ഓൾസോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നത്, ആൻഡ് ഓൾസോ ദിസ് മിഡിൽ കാർഡാണ്, ദ ലോസ് കാർഡാണ്. ആക്ച്വലി ദിസ് വൺ ഇസ് ദ സെൻറ്റർ ഓഫ് ദ കാർഡ്, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് സ്പ്രെഡിന്റെ സെൻറ്റർ കാർഡാണ്. ആൻഡ് ഇതാണ് ഒബ്സ്റ്റാക്കിൾ ആയിട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിൽക്കുന്നത്, അതായത് തടസ്സം, ദ റിയൽ തടസ്സം. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പേഴ്സണോട് എന്ത് ചോദിച്ചാലും ദേഷ്യം അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് പറയാം. പക്ഷേ ഈ വ്യക്തിക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ദിസ് ഇസ് ബിക്കോസ് അഭിമാനം. ഓക്കെ, അഭിമാനം, അല്ലെങ്കിൽ ഐ മീൻ അഭിമാനം, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, തല കുനിക്കാത്ത ആളാണ്, സംതിങ്. അത് കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അതങ്ങ് പോകും. തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതങ്ങ് പോകും. പക്ഷെ ഈ വ്യക്തി അതിന് തയ്യാറാകുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എല്ലാം കൂടെ മനസ്സിൽ മൂടിക്കെട്ടി വെച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ദേഷ്യം കൊണ്ട് മാറ്റാന്നല്ലാണ്ട് ഈ വ്യക്തിക്ക് വേറെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് അത് നിങ്ങളുടെ വായ അടപ്പിക്കാന്നല്ലാണ്ട് ഈ പേഴ്സന്റെ ഉള്ളിലുള്ളത് ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ഓൾസോ കുറച്ച് ആൾക്കാർക്ക് എക്സ് ബാക്ക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ മുൻ കാമുകിയോ കാമുകനോ തിരിച്ചു വന്നതായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിൽക്കുന്നതായിട്ടും, അതായത് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ പേഴ്സന്റെ കൈ കെട്ടിവെച്ചിരിക്കുകയാണ്. ഓക്കെ, കൈ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ പേഴ്സന്റെ ഫ്രീഡം ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ എക്സ് ബാക്ക് വന്നു എന്നല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ദ കാർഡ് 5 നമുക്ക് ഡാർക്ക് തോട്ട്സ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് റിവേഴ്സ് ആണ്. ഇനി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് ഇനി എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം എന്ന് പറയുമ്പോൾ, ഡാർക്ക് തോട്ട്സ് എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് കാർഡാണ്. പക്ഷെ അത് നമ്മൾക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് ഇരുട്ട് മൂടിയ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. ഈ ഇരുട്ട് മൂടിയ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഈ ഒരു കാർഡ് റിവേഴ്സ് വരുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ വെളിച്ചം വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ കാർഡ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ബിക്കോസ് ദ സൺ ഈസ് കമ്മിങ്.
ഓക്കെ, സൂര്യൻ വരുന്നുണ്ട്, വെളിച്ചം വരുന്നുണ്ട്. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഈ പേഴ്സൺ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും? നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ്. ഈ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളത് ഈ പേഴ്സണെ നിർബന്ധിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പുറകെ പോകരുത്. നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തും നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വന്ന് അത് സ്വന്തമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് തല്ലു പിടിച്ച കാര്യങ്ങൾ, വാക്ക് തർക്കം ചെയ്ത കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ബിക്കോസ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയി മാറും. അത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അത് അത്ര നല്ലതല്ല. ആൻഡ് ഓൾസോ നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കുക, പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് ഓൾസോ ദ കണ്ടിന്യൂവേഷൻ, നമ്മൾക്ക് ഇതിന്റെ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കാർഡ് കിട്ടിയിരിക്കുന്നത് ദ ലവിങ് മെൻ ആണ്. ദ ലവിങ് മാൻ, സ്നേഹിക്കുന്ന പുരുഷൻ, സ്നേഹം കൊണ്ട് പൂവണിയുന്ന പുരുഷൻ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രപ്പോസൽ വിത്ത് എ ബഞ്ച് ഓഫ് ഫ്ലവർ. ഓക്കെ, ഒരു ഒരു പൂ ഒരു പൂവ്, ഒരു ഗ്രൂപ്പ് ഓഫ് പൂക്കൾ പിടിച്ചിട്ട്, ഒരു ബണ്ടൽ ഓഫ് ഫ്ലവർ പിടിച്ചിട്ട് ഈ വ്യക്തി പ്രപ്പോസ് ചെയ്യാൻ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിന് മുൻപായിട്ട് വാട്ട് യു ഷുഡ് ഡു, ഈ ഒരു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് വളരെ കറക്റ്റാണ്. കാരണം ഈ പേഴ്സണെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. ബിക്കോസ് ദ ലവിങ് വുമൺ ഇസ് റിവേഴ്സ് ആണ്. പുറകെ പോണ പരിപാടി നിർത്തുക. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ആക്കുക, നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ പുറകെ വരും വിത്ത് എ പ്രപ്പോസൽ, ഒരു പ്രപ്പോസൽ ആയിട്ട്. അതാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രപ്പോസൽ ആൻഡ് ദ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് ആണ്. ദ ലാസ്റ്റ് കാർഡ് ഇസ് ദ ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ്. ഇത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്നും, ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് എന്തൊക്കെയാണ്, ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നാണല്ലോ നമ്മളുടെ റീഡിങ്. അത് നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ പേഴ്സണിൽ നിന്നും ലഭിക്കും. അതെല്ലാമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ന്യൂ സപ്പോർട്ടീവ് കണക്ഷൻസ് തന്നെയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ഷെയറിങ്, കെയറിങ്, ലവ്, പാഷൻ, ഓക്കെ, ഒരു അഫെക്ഷൻ, ഇതെല്ലാം ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടി കൂടുന്നതാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത്. സോ അതായിട്ട് ഈ പേഴ്സൺ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ നൈസ് സ്പ്രെഡ്. ബിക്കോസ് അത് നിങ്ങൾ കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകളാണ് ഈ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്ത ആൾക്കാർ. ഫെയ്ത്ത്, ഇപ്പോഴും വിശ്വാസം കൈവിടാത്ത ആൾക്കാർ. പുരുഷന്മാരായാലും അങ്ങനെ തന്നെ. ബിക്കോസ് നിങ്ങളിപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ്, ഐ മീൻ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണ്. ഐ നീഡ് ആൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ്. ഓക്കെ, കുറച്ച് ആൾക്കാർ ട്വിൻ ഫ്ലെയിം ജേണിയിലും സോൾമേറ്റ് കണക്ഷനിലും ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ്. എന്തായാലും അത് ഇപ്പോൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ കൂടി എന്ത് തന്നെ ആയാലും അത് ഒരു നല്ലൊരു ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പേഴ്സണ് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പാഠമാണ്. ഓക്കെ, ലെറ്റർ എൽ കിട്ടിയിട്ടുണ്ട്. യെസ്, 1999 ആൻഡ് ഓൾസോ ദ ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ജീസസിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ബിക്കോസ് ഹീ വിൽ ഹെൽപ്പ് യു. ഹീസ് ദ കിങ് ഓഫ് മിറാക്കിൾ. ഓക്കെ, നമ്പർ 10 ആസ്ട്രോളജിക്കൽ ഇഷ്യൂസ്, മേ ബി ആസ്ട്രോളജിക്കൽ ഇഷ്യൂസിൻ്റെ പരമായിട്ടും സോഡിയക് അലൈൻമെൻറ്റ് പ്രകാരം അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് വന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരുപാട് ഈ പേഴ്സൻ്റെ പുറകെ പോയപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള വില നഷ്ടപ്പെട്ടു. എപ്പോഴൊക്കെയോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള വില നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത്. യെല്ലോ കാൻഡിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റ്
റേറ്റിൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈൽ ദിസ് അലൗവിങ്. ഓക്കെ, ഇപ്പോഴത്തെ റിയാലിറ്റി എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ദെൻ നെക്സ്റ്റ് മൂമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എന്താണോ സാഹചര്യം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സഹതപിക്കാതെ വിഷമിക്കാതെ അത് പരാതി പറയാതെ അത് അക്സെപ്റ്റ് ചെയ്യുക, റിയാലിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പൈൽ സൂചിപ്പിക്കുന്നത്. റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഓഫർ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പയൽ മാറ്റി വെക്കാം. സെക്കൻഡ് പയൽ ദ അലൗവിങ് ഓൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു റീഡിങ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് മറ്റുള്ളവരിലേക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു. അതായത് മറ്റുള്ളവരിൽ അഡിക്റ്റഡ് ആയിരുന്നു. ഓക്കെ, അതായത് ഈ പേഴ്സണ് ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. അതായത് ഒരുപാട് ആൾക്കാരായിട്ട് കൂട്ടുകൂടാനും ഒരുപാട് തമാശകൾ പറയാനും ഒരുപാട് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്നേഹിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ പേഴ്സൺ എന്ന് പറയുന്നത്. അത് മേ ബി ഇതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാകാം, വൈഫിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ലവേഴ്സ് ആയിരിക്കാം, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ. ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ നടുക്കിരിക്കാനാണ് ഈ പേഴ്സണ് കൂടുതൽ ഇഷ്ടം. പാർട്ടി അല്ലെങ്കിൽ ഐ മീൻ അങ്ങനെ നമുക്കറിയാലോ, ഇവിടെ നമുക്കൊരു എൻജോയ്മെന്റിന്റെ കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വർക്ക് ചെയ്യുന്ന, അതായത് വീട്ടിലിരിക്കാനൊന്നും ഈ പേഴ്സണ് വലിയ താല്പര്യമില്ല. മേ ബി ക്രിക്കറ്റ് ലവർ ആയിരിക്കാം, ഫുട്ബോൾ അല്ലെങ്കിൽ ടെന്നീസ് പ്ലെയർ, അല്ലെങ്കിൽ പാട്ടുകാരനായിരിക്കാം, പാട്ടുകാരിയായിരിക്കാം, ഡാൻസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സംതിങ് ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കൂടി ഒരു ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ അതുകൊണ്ട് ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ പേഴ്സണ് കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ഇവിടെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ അത് ഈ പേഴ്സൺ അത് കൂടുതൽ, അതായത് ഇപ്പോൾ അമിതമായാൽ അമൃതം വിഷം എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം ഈ വ്യക്തി എവിടേക്കോ അമിതമായിട്ട് ചില ആളുകൾക്ക് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഓക്കെ, അത് സ്വാതന്ത്ര്യം ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇതൊരു പുരുഷന് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സിന് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ബോയ് ഫ്രണ്ട്സിന് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു. സംതിങ് എവിടേക്കോ ഒരു വിള്ളലുകൾ. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ആ ഒരു കണക്ഷൻസ് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രോക്കൺ സിറ്റുവേഷൻസ് വന്നു, അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് വന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഹസ്ബൻഡിന് നിങ്ങളുടെ കൂടെ വരാൻ സമയമില്ല, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് സമയമില്ല. ഫുൾ ടൈം ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ടും അങ്ങനെ നടക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ കൂടി ഇത് തന്നെയാണ് അവസ്ഥ. അത് നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാം. അവിടെയാണ് നിങ്ങൾ തമ്മിൽ അവിടം തൊട്ട് തുടങ്ങി നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മിസ്മാച്ചസ്, നിങ്ങൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ചേരായികകൾ തുടങ്ങി. അപ്പം തന്നെ നിങ്ങൾ തുടങ്ങി. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്തോ പുതിയ പുതിയ പദ്ധതികൾ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് കരിയർ പരമായിട്ടുള്ള കാര്യത്തിനാണ് ഈ പേഴ്സൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മേ ബി ബിസിനസ് മാൻ ആയിരിക്കാം. അതായത് എപ്പോഴും ഈ പേഴ്സണ് അല്ലെങ്കിൽ മേ ബി
പഠിപ്പിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, സാറോ ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. ബിക്കോസ് മറ്റുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ. അതായത് മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടി, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത്തരത്തിലുള്ള ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് താല്പര്യമില്ല. നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഐ മീൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇരിക്കാനൊന്നും ഈ വ്യക്തിയെ കിട്ടത്തില്ല. ഓക്കെ, അതിന് വേറെ ആളെ നോക്കിയാൽ മതി എന്ന് ഈ വ്യക്തി പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ വ്യക്തി വരെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോയി പണി നോക്കാൻ ഈ വ്യക്തി പറയും. കാരണം ഈ വ്യക്തിക്ക് അങ്ങനെ ആരും കാരണം വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തോറ്റിരിക്കുന്ന വ്യക്തിയല്ല. ബിക്കോസ് എപ്പോഴും ടേക്കിംഗ് ന്യൂ സ്റ്റെപ്സ് ആണ് ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ പ്രകാരം നോക്കാനാണെങ്കിൽ. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. ഫുൾ ടൈം പുതിയ പുതിയ പദ്ധതികൾ, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, പുതിയ രീതികൾ. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ പേഴ്സൺ ട്രിപ്പ് അടിക്കും, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകും, അറിയാനും ഒരുപാട് അറിവുകൾ ശേഖരിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കരിയർ പരമായിട്ട് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറച്ച് ഇതേ ഈ പേഴ്സൺ തരുന്നുള്ളൂ, അതായത് ഈ പേഴ്സൺ വാല്യൂ തരുന്നുള്ളൂ. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ വളരെ പ്രൊഫഷണലിസം ആണ്. കാരണം എഗെയിൻ നമുക്ക് പ്രൊഫഷണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാർഡ്സ് ആണ്. ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഗ്രേറ്റ് അച്ചീവ്മെന്റ്, മേ ബി അത് ഐ മീൻ ഈ പേഴ്സൺ എന്തെങ്കിലും ഉയർച്ചയൊക്കെ ലഭിച്ചിട്ട് അതിൻ്റെ ഒരു അച്ചീവ്മെന്റ്സിൽ നിൽക്കുന്ന അവസ്ഥ, അഭിമാനം കൊണ്ട് നിൽക്കുന്ന അവസ്ഥ. നമുക്കൊരു പാർട്ടിയുടെ ഒരു സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു കാർഡ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ വ്യക്തി അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നത് നല്ലതായിട്ടാണ് ഈ വ്യക്തിയെ ബാധിക്കുന്നത്. പക്ഷെ അത് കുറച്ച് നെഗറ്റീവായിട്ട് നിങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് സമയമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. ആൻഡ് ഓൾസോ ദ മെയിൻ ഒബ്സ്റ്റാക്കിൾ ഇൻ ദി സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഫിസിക്കൽ പരമായിട്ട് നിങ്ങൾ ദൂരെയാണ്. നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഫിസിക്കൽ പരമായിട്ട് നിങ്ങൾ ദൂരെ. ഈ വ്യക്തി മേ ബി വിദേശത്ത്, നിങ്ങൾ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കാം, ഈ പേഴ്സൺ വേറെ സ്ഥലത്തായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇവിടെ ഹേർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ബ്രേക്കപ്പ് ഓർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. നിങ്ങളാണെങ്കിലും വാശി പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഈ വ്യക്തി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയാ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഐ മീൻ ഒടക്ക്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ഒരസിയിട്ട് മേ ബി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തായിരിക്കാം. കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ വന്നാൽ മീൻ ഒരു ഡിവോഴ്സിലോട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് വരാൻ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ റീഡിങ്, ഒരുപാട് എനർജീസ് വരും. സോ ആ ഒരു ഇതാണ്. പക്ഷെ ഈ പേഴ്സൺ കണക്ട് ചെയ്യാനായിട്ട് തയ്യാറല്ല. ബിക്കോസ് കുറച്ച് അഫെക്ഷനേറ്റും ഇൻറ്റിമസിയും കുറവുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം മേ ബി നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ ഈ വ്യക്തി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുന്നത്, വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കണം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാകുന്നത്. പക്ഷെ മുന്നോട്ട് പോകെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രസരിപ്പ്, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് കുറഞ്ഞു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് വാട്ട് ദ സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ. നിങ്ങൾ അതായത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ, ഈ വ്യക്തി നിങ്ങളോട് കല്യാണം കഴിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അത് പൂർത്തീകരിക്കും. അതായത് അത് മാക്സിമം ഈ വ്യക്തി, അത് വാക്കിന് വിലയുള്ള വ്യക്തിയാണ്. അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് 4 പേര് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ എന്താണ്, അഭിമാനത്തെ പറ്റിയിട്ട് ഈ പേഴ്സന് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു വാക്ക് ഈ പേഴ്സൺ തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ പാലിക്കും. അത് ഈ പേഴ്സൺ അതുപോലെ തന്നെ പാലിക്കുമെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതിന് നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ദിസ് ലേഡി ഈസ് ഹോൾഡിങ് എ ബോൾ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്പിരിച്വൽ പവർ. ആ ഒരു സ്പിരിച്വൽ പവർ, ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട്
നിങ്ങളാണ് കൂടുതൽ വിഷമിക്കുന്നത്. ഈ പേഴ്സൺ അത്രയും വിഷമമൊന്നുമില്ല. ഈ പേഴ്സൺ വളരെ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പേഴ്സണാണ്. പക്ഷെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഇല്ലാന്നല്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കുറച്ചും കൂടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടി ക്ലിയർ ആക്കണം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ചീത്ത ചിന്തകളാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഡിലീറ്റ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് മോശം വിചാരിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു കുഴപ്പവുമില്ല. ഈ വ്യക്തി ദേ ഈ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കും. ഐ മീൻ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോകും. അത് തിരിച്ചടിക്കുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. നിങ്ങൾ തന്നെ കിടന്ന് കരയും, നിങ്ങൾ തന്നെ വിഷമിക്കും. ഈ ഒരു സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പലവർക്കും അറിയില്ല. സോ അത് ഇത് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ അവരോട് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു. സോ അവര് ഈ പേഴ്സണെ കുറിച്ചിട്ട് കുറ്റം പറയാണ്, നിങ്ങളോട് പറയാണ്. അത് കേൾക്കാനും നിങ്ങൾ നിൽക്കരുത്. ബിക്കോസ് അത് നല്ലതല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്യോർ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെയും മനസ്സിനൊരു ഒരു ഒരു ക്ലിയർ പ്യോർ ആയിട്ടുള്ള ഒരു പ്യൂരിറ്റി ഉണ്ടല്ലോ. ആ പ്യൂരിറ്റി അങ്ങ് പോകും. ഓക്കെ, ആ പ്യൂരിറ്റി അങ്ങ് പോകും. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റം പറയുന്നവർക്ക് കുഴപ്പമില്ല. അത് അതിൽ നിങ്ങൾ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൽ നിന്നും സങ്കടങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവരുടെ ഇതൊന്നും നിങ്ങൾ കേൾക്കണ്ട. അവരുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കേൾക്കണ്ട. ബിക്കോസ് ഈ വ്യക്തി വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി എന്താ പറയുക, രാജയോഗം എന്നൊക്കെ പറയില്ലേ, വളരെ നല്ല ഒരു പൊസിഷനിലേ ഈ വ്യക്തി നിൽക്കത്തുള്ളൂ. ബിക്കോസ് ഈ വ്യക്തി പോസിറ്റീവാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് അഫെക്ഷൻ കാണിക്കുന്നില്ല, ആ ഒരു കുറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഭാവിയിൽ ഈ പേഴ്സൺ അത് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സ് വൃത്തിയാക്കി വെക്കണം. നിങ്ങളുടെ ചുറ്റിനുമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഒരു പരിധി വരെ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഒരു പരിധി വരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മെഡിറ്റേഷൻ ഈസ് നീഡഡ്. മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കൂട്ട് നിർത്തുക. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ബിക്കോസ് എന്നാൽ മാത്രമേ ദ ഹീലിംഗ് ലൈറ്റ് വിൽ കം ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, അതായത് സ്ത്രീകളെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരദൂഷണം, കണ്ണുകടി, നുണപറച്ചിൽ, കൊതി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിർത്തുക. അതർവൈസ് ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഓക്കെ, ദ ഹീലിംഗ് ലൈറ്റ് അത് ഡിവൈൻ ലവ് തന്നെയാണ്. മനസ്സ് വെളിച്ചമാക്കി വെക്കുക. അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ഏഞ്ചൽസ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയുള്ളൂ. അതർവൈസ് അവിടെ ഒരു ഇരുട്ട് പിടിച്ച മുറി പോലെ കിടക്കും. നിങ്ങളുടെ അടുത്തേക്ക് പ്രണയം വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അത് വാതിലടച്ച് വെച്ചിരിക്കുകയാണ്, അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നിങ്ങളൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടീച്ചർ പോലെയാണ്, ഒരു പാഠപുസ്തകം തന്നെയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകാനും പല സത്യങ്ങളും അറിയാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചാമിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പേഴ്സൺ. ഈ പേഴ്സൺ ലക്കിയാണ്. ഈ പേഴ്സൺ കിങ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, മെഡിറ്റേഷനിലേക്ക് വരിക, നിങ്ങളുടെ ബ്യൂട്ടി നോക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് യോജിച്ചത്, നിങ്ങൾക്ക് അധികാരപ്പെട്ടത് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ ആം ദ ലക്കിയസ്റ്റ് ഗേൾ ഇൻ ദ വേൾഡ്. ഈ പേഴ്സൺ അത്രയും ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മേ ബി മനസ്സിൽ അങ്ങനെ പറയുന്നുണ്ടാകാം, സോറി ഡിയർ ഐ കാൺ റൈറ്റ് നൗ. ഓക്കെ, ബിക്കോസ് ഹിസ് പ്രൊഫഷൻ or her profession is more important, more dedicated. Okay, yes, vibration imbalance, tough to connect. Okay, tough to connect. ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആവില്ലായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത്. റെയിൻബോ, ബി പേഷ്യൻസ് ആൻഡ് കാം, പെറ്റ് ലവർ, ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ്.
10 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് റണ്ണിങ് ആണ്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ ഞാൻ ഓൾറെഡി ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.